ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ അടുത്തൊരു മെത്തേഡിലേക്ക് കടക്കുകയാണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് വർഷം ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ്. എന്താണ്? പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. പിന്നെ നമുക്ക് ഇപ്പോ ഈ സെപ്റ്റംബർ 6 തീയതി നമ്മുടെ പ്ലസ് 1 പരീക്ഷ തുടങ്ങുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫ്രീ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ കിട്ടും. അത് മറ്റു കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്കത് ഫ്രീ ആയിട്ടൊരു ഇത് നമ്മൾ കൂടുതൽ ജാടയ്ക്കോ ഒന്നുമല്ല, കുട്ടികൾക്കൊന്ന് പ്രയോജനം വന്നോട്ടെ. കുറെ പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് പേര് കയറിയിട്ടുണ്ട്. നമ്മൾ വലിയ കേരളം മൊത്തം കൂടെ ഒന്നും അങ്ങനെ കൊടുക്കാനില്ല. താല്പര്യമുള്ളവർക്ക് പഠിക്കുക. കാരണം നമ്മുടെ ഇതിനകത്ത് എല്ലാം കണ്ടന്റ്സ് ആണ് കൂടുതൽ. അതായത് ജാടകളോ അല്ലെങ്കിൽ അഭ്യാസങ്ങളോ ഒന്നുമല്ല. അതിനകത്ത് നമ്മൾ എല്ലാ പ്രോബ്ലംസും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോളൂ. പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. ഇപ്പൊ നമ്മൾ ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എക്സ് റേസ് ടു എൻ ഞാൻ നേരെ ഇങ്ങനെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. എക്സ് നിങ്ങൾ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുക പി ഓഫ് എൻ ബി എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഫോർ എൻ ഇസ് ഈക്വൽ ടു 1, എന്നിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1. ഇത് മൈനസ് ആണ് ചോദ്യം. പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് പി ഓഫ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്നാണ് കേട്ടോ. എക്സ് മൈനസ് വൈ എന്നാണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 1 ഫോർ എൻ ഇസ് ഈക്വൽ ടു 1, പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. അപ്പോൾ എക്സ് റേസ് ടു 1 എന്ന് പറയുമ്പോൾ അതിനർത്ഥം എക്സ്. അപ്പം എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. കാരണം ശരിയാണ്, എക്സ് മൈനസ് വൈ നമുക്ക് എക്സ് മൈനസ് വൈ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരേ നമ്പറിനെ ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് ട്രൂ. ഇത് ട്രൂ ആണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം therefore p of 1 is true. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ ആണ്. നേരത്തെ നമ്മൾ മുമ്പേ നമ്മൾ 2-3 ഒരു മെത്തേഡ് പഠിച്ചു. ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. അപ്പം ഓക്കെ, ഇതൊരു കണ്ടീഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്നിന് 1 കൊടുക്കുമ്പോൾ എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1 എന്ന് പറയുമ്പോൾ അത് എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് ട്രൂ ആണ്. ഇറ്റ് ഈസ് ട്രൂ. പി ഓഫ് 1 ഈസ് ട്രൂ. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 we assume that p of k is true. We assume that p of k is true. p of k true ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പം എന്റെ സ്ഥാനത്തെല്ലാം k എന്ന് കൊടുക്കുന്നു. p of k എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു k മൈനസ് വൈ റേസ് ടു k is divisible by x minus y. നമ്മൾ സങ്കല്പിച്ചു. കാരണം എന്നിന് 1 കൊടുത്തപ്പോൾ ട്രൂ ആണ്. അപ്പൊ ഇനി 2 കൊടുത്താലും ട്രൂ ആയിരിക്കും, ഇനി 3 കൊടുത്താലും ട്രൂ ആയിരിക്കും. അത് കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പൊ k കൊടുത്തു. അപ്പൊ ഇനി k കൊടുത്താൽ kയും ആ ടേമും ആൻസർ കറക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെച്ച് കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ we shall prove that p of k plus 1 is true. നമ്മൾ ആദ്യത്തെ ടൈപ്പ് 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കെ പ്ലസ് 1 ഇൻക്രിമെന്റ് വരുന്നത് അത് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യാം, റൈറ്റ് സൈഡ് ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതങ്ങനെ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നോക്കണം, പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങ് എഴുതുക. കെയുടെ സ്ഥാനത്ത് 1 കെ പ്ലസ് 1 എന്ന് അങ്ങ് എഴുതുക. എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1 എന്ന് മാത്രം എഴുതി വെക്കുക. കാരണം പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ. പക്ഷെ നമ്മൾ അതിനെ ഇങ്ങനെ വേണം എഴുതാം, ഈക്വലന്റ് ടു ക്യൂ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ എന്താ, എക്സ് മൈനസ് ഈ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ എന്ന് കാണുന്നിടത്തെല്ലാം നമുക്കിനി ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ ക്യൂ ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആണ് എന്നറിയാം. അത് ഇക്വലൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ എന്ന് കാണുന്നിടത്തെല്ലാം നമ്മൾ ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിയാൽ മതി. കാരണം ഈ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെയുടെ സ്ഥാനത്ത് 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും എല്ലാം അത് എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആണ് എന്നുള്ളതിന്റെ ആ മൾട്ടിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആണ്. ഇത് കാണുമ്പോഴല്ല ഇനി അത് ഓർത്തോണം, അത് എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു കെ പ്ലസ് 1 എന്ന് എഴുതി വൈ റേസ് ടു കെ പ്ലസ് 1 എന്ന് മാത്രം എഴുതി വെക്കുക. പക്ഷെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതത്തില്ല. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1
നമ്മൾ അങ്ങനെ മാത്രം എഴുതുക. ഈസ് ഡിവിസിബിൾ ബൈ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇത് കണ്ടോ, എ റൈസ് ടു എം പ്ലസ് എൻ. എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ്. മൈനസ് മറ്റേത് വൈ റൈസ് ടു കെ ഇൻറ്റു വൈ റൈസ് ടു 1. എ റൈസ് ടു എം പ്ലസ് എൻ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പൊ ശരിക്കും എഴുതുമ്പോൾ എക്സ് റൈസ് ടു 1 എക്സ് തന്നെയാണ്, വൈ റൈസ് ടു 1 വൈ തന്നെയാണ്. പക്ഷെ ഞാൻ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരു ടേം, ഇതിന്റെ ഇടയ്ക്ക് ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം, ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പൊ എന്താണ് സബ്ട്രാക്ട്? ഒരേ ടൈം തന്നെ സബ്ട്രാക്ട് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. അപ്പൊ നമ്മൾ പിയുടെ കൂടെ ഒരു 3 സബ്ട്രാക്ട് ചെയ്തു, 3 ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ എക്സ് ഉൾപ്പെടണം, വൈയും, ഈ 2 വേരിയബിൾ ഉൾപ്പെടണം. പക്ഷെ ഒരെണ്ണത്തിന് എക്സ്പോണൻഷ്യൽ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനിങ്ങനെ ഒന്നുകിൽ എക്സ് റൈസ് ടു കെ ഇൻറ്റു വൈ ഓർ വൈ റൈസ് ടു കെ ഇൻറ്റു എക്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ടൈം എടുക്കണം. ഒന്നുകിൽ എക്സ് റൈസ് ടു 2 വേരിയബിൾ ഉൾപ്പെടണം, ഒരെണ്ണത്തിനകത്ത് എക്സ്പോണൻഷ്യൽ ഉണ്ട്. അപ്പം എക്സ് റൈസ് ടു കെ ഇൻറ്റു വൈയോ അല്ലെങ്കിൽ വൈ റൈസ് ടു കെ ഇൻറ്റു എക്സോ, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം, ഇത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഞാനിപ്പോ ഇത് എടുക്കുകയാണ്. ഇതെടുക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ശ്രദ്ധിച്ചോണം. എക്സ് റൈസ് ടു കെ ഇൻറ്റു എക്സ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു മൈനസ് എക്സ് റൈസ് ടു കെ ഇൻറ്റു വൈ, ഈ ടേം സബ്ട്രാക്ട് ചെയ്തു, ആ ടേം ആഡ് ചെയ്തു, പിന്നെ മൈനസ് വൈ റൈസ് ടു കെ ഇൻറ്റു വൈ അതുപോലെ തന്നെ എഴുതി. അപ്പൊ നോക്കാം, സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. ഇത് ഫസ്റ്റും ലാസ്റ്റും, ഫസ്റ്റും ലാസ്റ്റും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഈ 2 ടേം ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ടേം സബ്ട്രാക്ട് ചെയ്തു, ആ ടേം തന്നെ ആഡ് ചെയ്തു. അപ്പം പോസിറ്റീവും നെഗറ്റീവും കളയുമ്പോൾ ഇത് തന്നെ ചോദ്യം തന്നെ തിരിച്ചു വരും. ഇനി നമ്മൾ ഇത്രയും ഭാഗത്ത് നമുക്ക് ഒരു എക്സ് റൈസ് ടു കെ കോമൺ എടുക്കാം. അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് ഇവിടെ രണ്ടിടത്തും വൈ കോമൺ എടുക്കാം. എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെ. അപ്പോൾ ഇത് എക്സ് റൈസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് ഇവിടെ കണ്ടോ വൈ ഇൻറ്റു എക്സ് റൈസ് ടു കെ മൈനസ് വൈ റൈസ് ടു കെക്ക് പകരം നമുക്ക് എഴുതാൻ പറ്റുന്ന എന്തോ ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആണ്. ഇത് എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആണെന്നുള്ളതിന്റെ സിമ്പിൾ ഫോം ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ പി ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ എം ഇൻറ്റു എക്സ് മൈനസ് വൈ. എന്തായാലും അപ്പൊ ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇത്രയും ഭാഗത്തിന് വരാൻ ക്യൂ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കൊടുത്തു. ഈ കണ്ടീഷൻ. അപ്പോൾ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി, ഇവിടെ ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്, അതിനിടയ്ക്ക് ഒരു പ്ലസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു എക്സ് മൈനസ് വൈ കോമൺ എടുത്തു. ബാക്കി എക്സ് റൈസ് ടു കെ പ്ലസ് വൈ ക്യൂ. കാരണം ഇവിടുന്ന് എക്സ് മൈനസ് വൈ എടുത്തു, ഇവിടുന്ന് എക്സ്. അപ്പൊ എക്സ് റൈസ് ടു കെ പ്ലസ് വൈ ക്യൂ. അപ്പം ഇവിടെ കെക്ക് 1 കൊടുത്താലോ 2 കൊടുത്താലോ എന്ത് കൊടുത്താലും ക്യൂവിന് 1 2 3 മാറി മാറി കൊടുത്താൽ, പക്ഷെ ഇവിടെ ഒരു എക്സ് മൈനസ് വൈ ഇൻറ്റു എന്ന് കിടക്കുന്നിടത്തോളം കാലം ഇത് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ്. കാരണം എക്സ് മൈനസ് വൈ ഇൻറ്റു എന്ന് കിടക്കുന്നിടത്തോളം കാലം ഇപ്പൊ ക്യൂ 2 ഇൻറ്റു എന്ന് കിടന്നാൽ അത് ക്യൂവിനകത്ത് എന്ത് വില കൊടുത്താലും അത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം ക്യൂവിന് 1 കൊടുത്താൽ 2 ഇൻറ്റു 1 2, ക്യൂവിന് 2 കൊടുത്താൽ 2 ഇൻറ്റു 2 4, അതും 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ക്യൂവിന് 3 കൊടുത്താൽ 2 ഇൻറ്റു 3 6, അതും 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 5Q എന്ന് പറയുമ്പോൾ ക്യൂവിന് എന്ത് വില കൊടുത്താലും അത് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ ഈസ് ഡിവിസിബിൾ ബൈ എന്ത് തന്നെയാണ്? എക്സ് മൈനസ് വൈ എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റൈസ് ടു കെ പ്ലസ് 1 ആണ്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് എന്ത് തന്നെ വന്നു? ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. അത് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതിയില്ല, പക്ഷെ നമ്മൾ ചെയ്തു വന്നപ്പോൾ അത് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും therefore p of k plus 1 is true. Therefore p of k plus 1 is true. Therefore p of n is true for all n elements n. p of n is true for all n elements n. അടുത്തൊരു ക്വസ്റ്റ്യൻ. Prove by mathematical induction that 41 raised to n minus 14 raised to n is a multiple of 27.
ഇത് 27ന്റെ ഗുണിതമാണ്. മൾട്ടിപ്പിൾ ഓഫ് 27 എന്ന് പറയുന്നതിനാൽ ഡിവിസിബിൾ ബൈ 27. അപ്പൊ നമ്മൾ ലെറ്റ് P of n be the statement 41 raised to n minus 14 raised to n is a multiple of 27. Multiple of 27 എന്നെഴുതി. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 1 ഫോർ എന്നിന് 1 കൊടുക്കുക. എന്നിന് 1 കൊടുക്കുമ്പോൾ P of 1 എന്ന് പറഞ്ഞാൽ 41 raised to 1 minus 14 raised to 1 is a multiple of 27. എന്ന് വെച്ചാൽ 41 raised to 1 എന്ന് പറയുമ്പോൾ 41, 14 raised to 1 41, അപ്പോൾ 40, that is നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 27 is a multiple of 27. 27 is a multiple of 27. 27ന്റെ ഗുണിതമാണ്. 27 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. Therefore P of 1 is true. Therefore P of 1 is true. ആദ്യത്തെ പ്രൂവ് ചെയ്തു. അടുത്തത് സ്റ്റെപ്പ് 2. We assume that P of K is true. We assume that P of K is true. അപ്പം P of K എന്ന് പറഞ്ഞാൽ 41 raised to K minus 14 raised to K is a multiple of 27. Multiple of 27. നമ്മൾ സങ്കല്പിച്ചു ഇനി 1 കൊടുത്തപ്പോൾ ട്രൂ ആണെന്ന് കിട്ടി. ഇപ്പൊ 2 കൊടുത്താലും ട്രൂ ആയിരിക്കും, 3 കൊടുത്താലും ട്രൂ ആയിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം എന്നിന് K കൊടുത്താലും ട്രൂ ആണെന്ന് സങ്കല്പിക്കുന്നു. സ്റ്റെപ്പ് 3. പക്ഷെ അടുത്തത് അങ്ങനെ എഴുതിയാൽ പറ്റത്തില്ല. സ്റ്റെപ്പ് 3. We shall prove that P of K plus 1 is true. P of K plus 1 is true. നമ്മൾ ഇനി അത് സങ്കല്പിച്ചാൽ പോലെ അത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ നോക്കണം. P of K plus 1 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 1 ഇൻക്രിമെന്റ് ആവുകയാണ്. അപ്പൊ നമ്മൾ അതിന് 41 raised to K എന്ന് എഴുതി, മൈനസ് K plus 1 എന്ന് എഴുതി, മൈനസ് 14 raised to K plus 1 എന്ന് മാത്രം എഴുതി നിർത്തുക. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27 ആണോ നമുക്ക് അറിയത്തില്ല. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ K വന്നപ്പോൾ ഇവിടെ K, ഇവിടെ K plus 1 വന്നപ്പോൾ ഇവിടെ K plus 1 എന്ന് കൊടുത്തു. പക്ഷെ അത് ഡിവിസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മളത് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മളത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം. അപ്പൊ നോക്കാം. ഇത് a raised to m plus n. നമുക്കറിയാം a raised to m plus n എന്ന് പറഞ്ഞാൽ a raised to m into a raised to n എന്നാണ്. തിരിച്ച് a raised to m into a raised to n ആണ് a raised to m plus n. അപ്പം P of K plus 1 എന്ന് പറയുമ്പോൾ 41 raised to K into 41 raised to 1 minus 14 raised to K into 14 raised to 1. A raised to m plus n, a raised to m into a raised to n. 41 raised to 1, 41. 14 raised to 1, 14. ഇനി ഇതിനകത്ത് ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം, ആഡ് ചെയ്യണം. അത് ഞാൻ മുമ്പേ പറഞ്ഞു. ഒന്നുകിൽ ഈ 41 ഉൾപ്പെടണം, 14 ഉൾപ്പെടണം, രണ്ട് നമ്പർ ഉൾപ്പെടണം. കൂടാതെ ഒരെണ്ണം എക്സ്പോണൻഷ്യൽ പറഞ്ഞു. അപ്പം ഒന്നുകിൽ 41 raised to K into 40 or 14 raised to K into 41. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകും മുമ്പത്തെ പോലെ തന്നെ 41 raised to K into 41. ഈ ഫസ്റ്റ് ടൈം എഴുതി. ഞാൻ ഇവിടെ ഡി ടൈം ആയ 41 raised to K into 14 സബ്ട്രാക്ട് ചെയ്തു. 41 raised to K into 14 ആഡ് ചെയ്തു. ബാക്കി മൈനസ് ഈ ടൈം ഇത് അതുപോലെ തന്നെ എഴുതുന്നു. 14 raised to K into 40. കണ്ടോ? ഈ രണ്ട് ടൈം ഫസ്റ്റിലും ലാസ്റ്റിലും വന്ന് കിടപ്പുണ്ട്. ഇടയ്ക്ക് ഒരു സബ്ട്രാക്ട് ചെയ്തു, ഇടയ്ക്ക് ഒരു ആഡ് ചെയ്തു. 41 raised to K കോമൺ ആണ് എടുത്തു. 41 മൈനസ് 40 പ്ലസ് ഈ രണ്ട് ടൈമിനകത്ത് നിന്ന് 14 കോമൺ ആണ് എടുത്തു. 41 raised to K മൈനസ് 14 raised to K. ഇവിടുന്ന് ഒരു 41 raised to K കോമൺ ആണ് എടുത്തു. അവിടുന്ന് ഒരു 14 കോമൺ ആണ് എടുത്തു. പക്ഷെ നമ്മൾ നോക്കി 41 raised to K ഇൻറ്റു ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 27. കണ്ടോ? അപ്പൊ ഇത് എന്ത് വന്നാലും 27 ഇൻറ്റു എന്ന് കിടക്കുന്നിടത്തോളം കാലം ഇത് 27ന്റെ മൾട്ടിപ്പിൾ ആണ്. പ്ലസ് 14 ഇൻറ്റു ഇവിടെ
നമ്മൾ പി ഓഫ് കെ ഈ ടൈം കിടപ്പുണ്ടല്ലോ 27. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപോലെ ഇതിനെ നമ്മൾ ഇക്വലന്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇക്വലന്റ് കണ്ടോ 41 റേസ് ടു കെ മൈനസ് 14 റേസ് ടു കെ എന്ന് പറയുമ്പോൾ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. അതിന് 27q എന്ന് വേണേ എഴുതാം, അല്ലെ q ഇൻറ്റു 27 എന്ന് എഴുതാം. q ഇൻറ്റു 27 അഥവാ 27q. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗത്തിന് വരെ അത് കൊടുത്താൽ മതി 27q. കാരണം ഇത് കാണുമ്പോൾ ഇത് 27ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 1 കൊടുത്തപ്പോൾ 27ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി, 2 കൊടുത്താലും അങ്ങനെ കിട്ടും, അങ്ങനെ k കൊടുത്താലും കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 27 കോമൺ ആയിട്ട് എടുത്തു. 41 റേസ് ടു കെ പ്ലസ് 14q. കാണാം ഇതിന് കെക്ക് 1ഓ 2ഓ ക്യൂവിന് 1ഓ 2ഓ മാറ്റി 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 ഇട്ട് കൊടുത്ത് നോക്കൂ. ഇവിടെ 27 ഇൻറ്റു എന്ന് കിടക്കുന്നിടത്തോളം കാലം അത് 27ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. മൾട്ടിപ്പിൾ ഓഫ് 27. Therefore നമുക്ക് എഴുതാൻ പറ്റും p of k plus 1 is true. Therefore നമുക്ക് എഴുതാൻ പറ്റും p of k plus 1 is true. Therefore p of n is true for all n elements n. p of n is true for all n element n. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Prove by mathematical induction that x raised to 2n minus y raised to 2n is divisible by x plus y. അപ്പൊ നമ്മൾ let p of n be the statement x raised to 2n minus y raised to 2n is divisible by x plus y. Step 1. For n is equal to 1, p of 1 എന്ന് പറഞ്ഞാൽ x raised to 2 into 1 minus y raised to 2 into 1 is divisible by x plus y. n ന് 1 കൊടുത്തു. അപ്പോൾ അതിന്റെ അർത്ഥം x raised to 2 into 1 2 minus y raised to 2 is divisible by x plus y. അപ്പൊ നമുക്ക് സംശയം കാണും, ഇത് ശരിയാണോ? ആണല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. കാരണം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ നമുക്ക് എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പൂർണ്ണമായിട്ട് എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടോ എക്സ് പ്ലസ് വൈ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം പി ഓഫ് 1 ഈസ് ട്രൂ. P of 1 is true. അല്ലെങ്കിൽ P of n is true for n is equal to 1 എന്ന് എഴുതിയാലും മതി. Step 2. We assume that P of k is true. We assume that P of k is true. അപ്പം P of k എന്ന് പറഞ്ഞാൽ x raised to 2k minus y raised to 2k is divisible by x plus y. x raised to 2k minus y raised to 2k is divisible by x plus y. നമ്മൾ സങ്കല്പിച്ചിരുന്നു. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ we shall prove that p of k plus 1 is true. അല്ലെ, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് we shall prove that p of k plus 1 is true എന്നാണ്. അപ്പൊ നമ്മൾ എഴുതിക്കോളാം p of k plus 1. സ്റ്റെപ്പ് 3. We shall prove that p of k plus 1 is true. p of k plus 1 is true എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ p of k plus 1 എന്ന് പറഞ്ഞാൽ x raised to 2 into k plus 1 മൈനസ് y raised to 2 into k plus 1 എന്ന് മാത്രം എഴുതും. 2 into ആ കേക്ക് മാത്രം ഒരു 1 ആഡ് ചെയ്യാം, ഈ കേക്ക് മാത്രം 2k plus 1 അല്ല, ഈ കേക്ക് മാത്രം ഒരു 1 ആഡ് ചെയ്യാം. കണ്ടോ, കെയുടെ കൂടുതൽ മാത്രമാണ് നമ്മൾ 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ x raised to 2 into k plus 1 മൈനസ് y raised to 2 into k plus 1. പക്ഷെ ഈസ് ഡിവിസിബിൾ ബൈ x plus y എന്ന് എഴുതരുത്. നമ്മൾ ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ എഴുതാം. ദാറ്റ് ഈസ് ഈക്വലന്റ് ടു q into x plus y. ഇനി ഈ കാണുന്ന എല്ലാം x plus y യുടെ മൾട്ടിപ്പിൾ ആണെന്നുള്ളതിനാണ് q into എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ q എന്ന് പറയുമ്പോൾ q എലമെന്റ് n അല്ലെങ്കിൽ ഇന്റിജേഴ്സ് q എലമെന്റ് z ഇന്റിജേഴ്സ് എന്ന് പറയാം q ന്. കാരണം q into എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പറഞ്ഞിരിക്കുന്നത്, മൾട്ടിപ്പിൾ ആണെന്ന് അറിയാനായിട്ട്.
അപ്പൊ ഇത് കാണുമ്പോൾ ഇനിയെല്ലാം നമ്മൾ എക്സ് പ്ലസ് വൈയുടെ മൾട്ടിപ്പിൾ ആണെന്നറിയാൻ ക്യൂന്നോ പിന്നോ പി ഇൻറ്റു എക്സ് പ്ലസ് വൈന്നോ അല്ലെങ്കിൽ എം ഇൻറ്റു എക്സ് പ്ലസ് വൈന്നോ എന്ത് കൊടുത്താൽ മതി, ഒരു ലെറ്റർ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എക്സ് റേസ്റ്റ് ടു കെ പ്ലസ് 2 മൈനസ് വൈ റേസ്റ്റ് ടു കെ പ്ലസ് 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ മുമ്പേ എഴുതിയ പോലെ എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ, അതായത് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അപ്പൊ എ റേസ് ടു എം പ്ലസ് എൻ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഇതിനകത്ത് എന്തൊക്കെ സബ്ട്രാക്ട് ചെയ്യാം? നമ്മൾ ഒന്നുകിൽ ഈ എക്സ് ഉൾപ്പെടണം വൈ ഉൾപ്പെടണം, പക്ഷെ ഒരിടത്തിനകത്ത് റേസ് ടു 2k വേണം, ഒരിടത്ത് റേസ് ടു 2 വേണം. അപ്പൊ ഒന്നുകിൽ എക്സ് റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ ഓർ വൈ റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, രണ്ടുകൂടെ അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യണോ ആഡ് ചെയ്യുക. ഒന്നുകിൽ ഇത് സബ്ട്രാക്ട് ചെയ്യുക ആഡ് ചെയ്യുക, അപ്പൊ വാല്യൂ ചേഞ്ച് വരത്തില്ല, അല്ലെങ്കിൽ ഇത് സബ്ട്രാക്ട് ചെയ്യുക ഇത് തന്നെ ആഡ് ചെയ്യുക. അപ്പൊ നമ്മള് എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു, എക്സ് റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ ആഡ് ചെയ്തു, മൈനസ് വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. കണ്ടോ, ഫസ്റ്റ് ലാസ്റ്റ് ഇത് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ടേം, ഈ ടേം സബ്ട്രാക്ട് ചെയ്തു ആഡ് ചെയ്തു, കാരണം ഇത് ക്യാൻസൽ ചെയ്താൽ ഇത് തന്നെ വരും, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് തന്നെ വരും, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക്, നമുക്ക് ആദ്യത്തെ രണ്ട് ടേമിനകത്ത് നിന്ന് എന്ത് കോമൺ എടുക്കാം? ആദ്യത്തെ രണ്ട് ടേമിനകത്ത് നിന്ന്, ഈ രണ്ട് ടേമിനകത്ത് നിന്ന് നമുക്ക് എക്സ് റേസ് ടു 2k കോമൺ എടുക്കാം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കണ്ടോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഈ രണ്ട് ടേമിനകത്ത് നിന്ന് വൈ സ്ക്വയർ കോമൺ എടുക്കാം, എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k, എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k. അപ്പൊ നമുക്ക് എക്സ് റേസ് ടു 2k ഇൻറ്റു ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, കാരണം നമുക്ക് എക്സ് മൈനസ് വൈയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എക്സ് പ്ലസ് വൈ കോമൺ എടുക്കേണ്ടി വരും, അതിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, പ്ലസ് വൈ സ്ക്വയർ. ഇതിന് പകരം നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പി ഓഫ് കെ പ്ലസ് 1 എഴുതി വെച്ചിട്ടുണ്ട്, ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് വൈ. കണ്ടോ, എക്സ് അത് പി ഓഫ് കെയുടെ കണ്ടീഷനാണ്, പി ഓഫ് കെ ഈസ് ഇക്വലന്റ് ടു ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് വൈ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്, രണ്ടിടത്തും ഒരു എക്സ് പ്ലസ് വൈ കോമൺ എടുത്തു. ഇവിടുന്ന് എക്സ് പ്ലസ് വൈ എടുക്കുമ്പോൾ എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് ഇവിടെ എക്സ് പ്ലസ് വൈ കോമൺ എടുക്കുമ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു ക്യൂ. കണ്ടോ, അപ്പൊ എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്ന് കിടക്കുന്ന കണ്ടോ, അപ്പം അത് എക്സ് പ്ലസ് വൈയുടെ മൾട്ടിപ്പിൾ ആണ്, ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. കാരണം ഞാൻ പറഞ്ഞല്ലോ പി എന്ന് വന്നിട്ട് ഒരു 5 വന്നാൽ 5p എന്ന് പറഞ്ഞാൽ അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, 7p എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ ആണ്, 9q എന്ന് പറയുമ്പോൾ അത് ക്യൂവിന്റെ മൾട്ടിപ്പിൾ ആണ്, 7 9ന്റെ മൾട്ടിപ്പിൾ ആണ്, 9q എന്ന് പറയുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്, 5m എന്ന് പറയുമ്പോൾ അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്ന് ഇവിടെ എക്സിനും വൈക്കും എന്ത് വില മാറ്റി അല്ലെങ്കിൽ കെക്ക് എന്ത് വില മാറ്റി കൊടുത്താലും ഇതെല്ലാം എക്സ് പ്ലസ് വൈയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. കാരണം നമ്മൾ എടുത്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 എന്തായിരുന്നു? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു 2 ഇൻറ്റു കെ പ്ലസ് 1 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് പക്ഷേ ഈസ് ഡിവിസിബിൾ ബൈ നമ്മൾ എഴുതിയിട്ടില്ല, പക്ഷെ ഇവിടെ കിട്ടി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ, ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. കണ്ടോ, എന്നുവെച്ചാൽ നമ്മൾ ഇത് മാത്രം എഴുതി കേരളത്തിൽ 1 ആഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ, പക്ഷെ ഇവിടെ നമ്മൾ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ നമുക്കൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇവാലുവേറ്റ് വന്നപ്പോൾ കണ്ടോ എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്ന് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. Therefore, P of k plus 1 is true. Therefore, P of n is true for all n elements n. P of n is true for all n elements n.